ഒലത്തുനാട് രാജവംശത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കണ്ണൂർ. കേരളത്തിന്റെ ആദ്യത്തെ തേൻ ഉൽപാദക പഞ്ചായത്ത്? ഉത്തരം ഉടുമ്പന്നൂർ പഞ്ചായത്ത്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി? ഉത്തരം ചേരമാൻ ജുമാ മസ്ജിദ്, കൊടുങ്ങല്ലൂർ. ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യദൗത്യമായ സമുദ്രയാൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വാഹനം? ഉത്തരം മത്സ്യ 6000. മറ്റ് പിന്നോക്ക സമുദായങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ഉത്തരം ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ. ആമസോൺ ഇന്ത്യയിൽ ആദ്യമായി തുറന്ന ഫ്ലോട്ടിംഗ് സ്റ്റോർ ഏത് തടാകത്തിലാണ്? ഉത്തരം ദാൽ തടാകം. വേൾഡ് വൈഡ് വെബ് ദിനം? ഉത്തരം ഓഗസ്റ്റ് 1. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവൽ? ഉത്തരം വിഷകന്യക. കേരളത്തിലെ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ല? ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി? ഉത്തരം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇടപ്പള്ളി. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ്? ഉത്തരം ശ്രീമൂലം തിരുനാൾ രാജാവ്. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തി? ഉത്തരം MP വീരേന്ദ്രകുമാർ. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൃഷ്ണപുരം കൊട്ടാരം. തിരുവനന്തപുരം ലോ കോളേജ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്? ഉത്തരം ആയില്യം തിരുനാൾ രാമവർമ്മ. അതിപുരാതനവും വനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഇടുക്കി. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദി? ഉത്തരം പമ്പാ നദി. അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികൾക്ക് പ്രസിദ്ധമായ വയനാട്ടിലെ പ്രദേശം? ഉത്തരം പക്ഷിപാതാളം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം കേരള സ്പീക്കർ ആയിരുന്ന വ്യക്തി? ഉത്തരം വക്കം പുരുഷോത്തമൻ. സൂഫി പറഞ്ഞ കഥ എന്ന നോവലിന്റെ രചയിതാവ്? ഉത്തരം KP രാമനുണ്ണി. ഇന്ത്യയിൽ കാർഷിക സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്ഥാപിച്ച ബാങ്ക് ഏത്? ഉത്തരം നബാർഡ്. ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ? ഉത്തരം സർദാർ KM പണിക്കർ. അവസാനത്തെ മുഗൾ ചക്രവർത്തി? ഉത്തരം ബഹദൂർ ഷാ സഫർ. ടൊറന്റോയിൽ നടന്ന ലോക പോലീസ് ഗെയിംസ് മീറ്റിൽ നീന്തലിൽ മത്സരിച്ച 10 ഇനങ്ങളിലും സ്വർണം നേടിയ മലയാളി താരം? ഉത്തരം സാജൻ പ്രകാശ്. തമിഴ്നാട്ടിലെ മുതുമലയിലെ കുട്ടിയാന ഭൂമിയുടെയും വളർത്തമ്മ ബെല്ലിയുടെയും ജീവിതം ആസ്പദമാക്കി ഓസ്കാർ നേടിയ ഡോക്യുമെന്ററി? ഉത്തരം ദി എലിഫന്റ് വിസ്പേഴ്സ്. ഏത് സമരമാർഗത്തിന്റെ പരാജയത്തിനു ശേഷമാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം. കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം നിരണം. തമിഴ്നാട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം അണ്ണാദുരൈ. ആളോഹരി വരുമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല? ഉത്തരം എറണാകുളം.
ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഷെഹനായി. കേരളത്തിൽ യക്ഷഗാനം എന്ന നൃത്തനാടകം പ്രചാരത്തിലുള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡിൽ. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന സുപ്രസിദ്ധ ചിത്രം ആരുടേതാണ്? ഉത്തരം വിൻസെന്റ് വാൻ ഗോഗ്. വിദേശത്ത് വെച്ച് മരിച്ചവരുടെ ശരീരം അതിവേഗം നാട്ടിലെത്തിക്കുവാൻ വിദേശ മന്ത്രാലയം ഏർപ്പെടുത്തിയ പോർട്ടൽ? ഉത്തരം ഇ കെയർ പോർട്ടൽ. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എൽബ്രൂസ് കീഴടക്കിയ മലയാളി? ഉത്തരം അർജുൻ പാണ്ഡ്യൻ IAS. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഏത് ജില്ലയിലാണ് നിലവിൽ വന്നത്? ഉത്തരം തിരുവനന്തപുരം. ഗാന്ധിജിയുടെ അമ്മയുടെ പേര്? ഉത്തരം പുത്ലിബായ് കരംചന്ദ് ഗാന്ധി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം JJ തോംസൺ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല? ഉത്തരം കൽക്കട്ട സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ധോണ്ഡേവ് കേശവ് കർവേ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല? ഉത്തരം GB പന്ത് കാർഷിക സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല? ഉത്തരം വിജയവാഡ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ നഗരം? ഉത്തരം ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ റിവർ വാലി പ്രൊജക്ട്? ഉത്തരം ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം? ഉത്തരം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ഹാൾ? ഉത്തരം കൊൽക്കത്ത എൽഫിൻസ്റ്റൺ പിക്ചർ പാലസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട്? ഉത്തരം ബാണാസുര സാഗർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം? ഉത്തരം പാട്യാല. ഇന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം? ഉത്തരം ആലം ആര. ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സെന്റർ? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ? ഉത്തരം ഡയമണ്ട് ഹാർബർ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ? ഉത്തരം ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ? ഉത്തരം MA അയ്യങ്കാർ. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത്? ഉത്തരം അലാവുദ്ദീൻ ഖിൽജി. ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ്? ഉത്തരം പെന്നി ബ്ലാക്ക്. തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം? ഉത്തരം ഈജിപ്ത്. സ്റ്റാമ്പിൽ പേര് ചേർക്കാത്ത രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ്? ഉത്തരം സിന്ധ് ഡാക്. ഇന്ത്യയിലെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ജംഷഡ്പൂർ.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം? ഉത്തരം ഖരഗ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം? ഉത്തരം ബോംബെ സമാചാർ. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ശങ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി? ഉത്തരം ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഉത്തരം 1952. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഗംഗ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്? ഉത്തരം കൊൽക്കത്തയിൽ. പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത്? ഉത്തരം 1972 ഓഗസ്റ്റ് 15. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യ സംസ്ഥാനം? ഉത്തരം ഗോവ. സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യ വിദേശ രാജ്യം? ഉത്തരം അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി? ഉത്തരം കൊൽക്കത്ത.